ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസ്ഥാനത്തിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ വലിയ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും നിശ്ചയമായും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മീയമായ ഒരുക്കത്തിനായി, ലോകത്തിന്റെ ഒരുക്കമല്ല, ആത്മീയത്തിനായുള്ള ഒരുക്കം. ഒരുങ്ങുന്നവനെ മാനിപ്പാൻ കർത്താവ് വന്നിട്ടുണ്ട്. ഒരുങ്ങിയിരിക്കുന്നവരുടെ എല്ലാ വഴികളെയും പരിപാലിപ്പാൻ സർവശക്തനായ കർത്താവ് കൂടെയുണ്ട്. ദൈവവചനം പറയുന്നു, ഞാൻ നിനക്ക് മുമ്പായി കടന്നുപോയി ദുർഗണങ്ങളെല്ലാം നിരപ്പാക്കും. ദൈവത്തിന്റെ ദൂതൻ നമുക്ക് മുമ്പായി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 ശമൂവേൽ 7-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. 1 ശമൂവേൽ chapter 7 verse 3. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗ്രഹത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നു എങ്കിൽ അന്യ ദൈവങ്ങളെയും അശോര പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുകയും എന്നാൽ അവൻ നിങ്ങളെ ഫലസ്തീനരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു. താങ്കളുടെ അശുദ്ധികളെ വിട്ടുകളഞ്ഞ്, അതായത് അശോര പ്രതിഷ്ഠകളെ വിട്ടുകളഞ്ഞ്, മ്ലേച്ഛമായതിനെ വിട്ടുകളഞ്ഞ് അവർ ഒരു ശുദ്ധീകരണത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ ശക്തനായ പ്രവാചകനായ ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു, എന്റെ ജനമായ ഇസ്രായേൽ നശിച്ചു പോകാതിരിക്കുവാൻ അവരെ നിന്മയിലേക്ക് വിളിച്ചുകൂട്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവജനമേ, വിടുതൽ നമുക്ക് വേണോ? നമ്മൾ ഒരുങ്ങേണ്ടത് അത്യാവശ്യമാണ്. വിടുതൽ വേണ്ടവർ ഒരുങ്ങേണ്ടത് അത്യാവശ്യമാണ്. ലോകത്തെയും ലോക രാജ്യങ്ങളെയും അധികാരികളെയും സകലത്തെയും ജയിപ്പാൻ തക്കവണ്ണം കൃപ തരുന്ന ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ആധിക്യം നമ്മുടെ ജീവിതത്തിൽ മേൽ ഇറങ്ങി വരേണ്ടതിനായി നീക്കം ചെയ്യേണ്ടതിന് നീക്കം ചെയ്യുന്നുവെങ്കിലോ, ശുദ്ധീകരണത്തിനായി ഒരുക്കുന്നുവെങ്കിലോ ഓവയുടെ ആത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരും. എനിക്ക് കഴിയുന്നില്ലല്ലോ, അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ട എന്നുള്ളൊരു മനോഭാവം നമുക്ക് വേണ്ട. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായതൊന്നുമില്ല. അസാധ്യമായി ഒന്നുമില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫ്രം ഗോഡ്. നമ്മുടെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. യഹോവയായ ദൈവം പറയുന്നു, നിങ്ങൾക്ക് നീ ഒന്ന് ക്രമീകരിച്ച് എനിക്ക് നിന്റെ ജീവിതത്തിൽ വലിയവ ചെയ്യാനുണ്ട്. ചില വില കൊടുത്താലേ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു. കണ്ണുനീർ ഒഴുക്കുന്നവന്റെ കണ്ണുനീർ മാറ്റുവാൻ കർത്താവ് കൂടെയുണ്ട്. താഴ്ചയിൽ ഇരിക്കുന്നവൻ താണിരുന്ന് നിലവിളിക്കുമ്പോൾ അവന്റെ താഴ്ചയിൽ നിന്നും ഉയർത്തുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാ. ഉയർത്തുന്ന വഴിയിൽ ഉയർച്ചയിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവം ഉയർത്തുന്നതിനെ വലിച്ചെറിഞ്ഞിട്ട് സ്വന്തം വഴിയിൽ പോയി കഴിഞ്ഞാൽ ശിക്ഷിക്കുന്ന ദൈവത്തിന്റെ ശിക്ഷയും നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാ. ഇന്ന് രാത്രിക്കാലം ദൈവത്തിന് ഇരിക്കുന്ന ദൈവജനമേ, ഒരു കാര്യം ഓർത്തു നൽകുക, നിങ്ങളെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ച് യഹോവയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചെയ്യുവാനുണ്ട്. അശോര പ്രതിഷ്ഠകളെ വലിച്ചെറിയേണ്ടതിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഏൽപ്പിക്കേണ്ടവണ്ണം ഏൽപ്പിക്കുന്നവന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുവെങ്കിൽ ചില ഞെരുക്കങ്ങളിൽ നിന്ന് വിശാലത വരുത്താൻ പോകുന്നു. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നു എങ്കിൽ അന്യ ദൈവങ്ങളെയും അശോര പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുകയും നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവിടെ ആ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. വളരെ വ്യക്തമായി ഇവിടെ 3 കാര്യം ഈ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് ഒന്ന് തിരിയണം, അശോര പ്രതിഷ്ഠകളെ നീക്കിക്കളയണം, ദൈവത്തെ മാത്രം നിങ്ങൾ സേവിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ തിരിഞ്ഞ് അശോര പ്രതിഷ്ഠകളെ നീക്കിക്കളഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കണം. അശോര പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന പാസ്, ഞങ്ങൾ ആരും വിഗ്രഹങ്ങളെ വച്ച് ആരാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ഈ ലോകത്തിൽ എന്തിനെ സ്നേഹിച്ചാലും അത് വിഗ്രഹാരാധനയാണ്. കർത്താവിനെക്കാൾ നമ്മുടെ ലോകത്തിൽ എന്തൊക്കെ സ്നേഹിച്ചാലും അത് വിഗ്രഹാരാധനയാണ്.
അത് അശോക പ്രതിഷ്ഠയാണ്. അതിനെ ഉടച്ചു കളയേണ്ട സമയം വന്നിരിക്കുക. ദൈവകൃപയ്ക്കാ ദൈവത്തെ സ്തുതിക്കുന്നു. അശോക പ്രതിഷ്ഠയായ സാത്താന്യ പോരുകളെ, എന്നുള്ള ചിന്തകളെ ഇന്ന് രാത്രികാലം ദൈവജനം വിട്ടുകളഞ്ഞിട്ട് കർത്താവിനിക്ക് തന്നതെന്ന് ആമേൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ദൈവത്തിന്റെ കുടുംബങ്ങളെ മാനിക്കുവാൻ യഹോവയുടെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. പ്രതിഷ്ഠകളായ ജഡമുഖം, കൺമുഖം, ജീവനത്തിന്റെ പ്രതാപം എന്നിവയെല്ലാം വലിച്ചു കളഞ്ഞിട്ട് യഹോവയായ കർത്താവിലേക്ക് തിരിയുന്ന ദൈവത്തിന്റെ പൈതലിനെ മാനിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. കർത്താവിന്റെ സന്നദ്ധയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് വായിക്കാം 2 ദിനവൃത്താന്തം 19-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെയും ഹൃദയ വിചാരങ്ങളെയും അതാത് സമയം ശോധന ചെയ്ത് കഴിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആരും വിചാരിക്കരുത് ഞാൻ രഹസ്യത്തിൽ ചെയ്തത് രഹസ്യത്തിൽ അങ്ങ് മറന്നു കളയാമെന്ന് വിചാരിക്കുന്നത്. അത് രജിസ്റ്റർ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇവിടെ വചനം പ്രസ്താവിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിൽ കൂടി കടന്നു വെക്കൊണ്ടിരിക്കുന്ന ദൈവം കണക്കിടുകയാണ്. ഒരുക്കേണ്ടത് ഒരുക്കിക്കൊണ്ടിരിക്കുന്നവരുടെ ജീവിത സാഹചര്യങ്ങളെ ഒരുക്കുവാനും ദൈവം കൂടെ ഉണ്ടാകും. എന്നാൽ കഠിന ഹൃദയമായി വച്ചിരിക്കുന്നവരുടെ ഹൃദയങ്ങളെ, അവരുടെ അനുഗ്രഹങ്ങളെ തടഞ്ഞു വയ്ക്കുവാനും ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നവൻ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥകൾ അറിയുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ അറിയുന്നവൻ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ആവശ്യങ്ങളാ നമ്മുടെ ആഗ്രഹങ്ങളായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ ദൈവം നോക്കുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തവൻ കേപ്പബിൾ ആണോ എന്ന് നോക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഒരു ജോലിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ ആപ്ലിക്കേഷനും ബയോഡേറ്റയും എല്ലാം ഒരു മേലധികാരിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഈ ആപ്ലിക്കേഷൻ ഒക്കെ ശരി തന്നെയാണ്. ഇവൻ എന്റെ പൈതലാണ്, ഇവൻ എന്റെ മകനാണ്, എന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്, ഇവൻ രക്ഷിക്കപ്പെട്ടവനാണ്, ഇവൻ സ്നാനപ്പെട്ടവനാണ്, സഭയോട് ചേർന്നിരിക്കുന്നവനാണ്. എന്നാൽ ഇപ്പോഴത്തെ അവന്റെ അവസ്ഥ എന്താണെന്ന് കൂടി നല്ലവനായ യജമാനനൊന്ന് ചിന്തിക്കും. ഞാൻ അവന് കൊടുത്താൽ അവനത് വാങ്ങുവാൻ കേപ്പബിൾ ആണോ? അല്ലെങ്കിൽ എന്റെ സ്ഥാപനത്തിൽ ഞാൻ അവന് ജോലി കൊടുത്താൽ എന്റെ സ്ഥാപനത്തിന്റെ പ്രതിനിധിയായിരിക്കുവാൻ അവന് പ്രാഗൽഭ്യമുണ്ടോ എന്ന് നോക്കുന്ന ഒരു സാഹചര്യമുണ്ട് ദൈവത്തിന്റെ പൈതലേ. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ശക്തമായി ഊതറിയിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോട് സർവശക്തനായ ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് പല പ്രതിഷ്ഠകളെ ഉടച്ചു കളഞ്ഞ് നീക്കം ചെയ്യാൻ നീക്കം ചെയ്ത് ശുദ്ധീകരണത്തോടെ എന്റെ ദൈവത്തിന്റെ സന്നദ്ധ കടന്നു വരുന്നുവെങ്കിൽ ഒരുക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പ്രവർത്തികളിൽ വലിയവൻ നമ്മുടെ കൂടെ ഉണ്ട്. അവൻ ഓരോരുത്തരുടെയും കണ്ണുനീർ കണ്ടുകൊണ്ടിരിക്കുക. ഓരോരുത്തരുടെയും കണ്ണുനീർ, ഓരോരുത്തരുടെയും ആവശ്യം, ഓരോരുത്തരുടെയും ആഗ്രഹം, ഓരോരുത്തരുടെയും ഞെരുക്കങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് ചിലപ്പോൾ ചിലരെ കാണുമ്പോൾ സഹതാപം തോന്നും. കർത്താവിനും അവരെ പോലെയുള്ള ഞെരുക്കം അനുഭവിക്കുന്ന ദൈവമക്കളെ കൊണ്ട് എന്തുമാത്രം സഹതാപം ഉണ്ടാകും. പക്ഷെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാത്തത് കൊണ്ടല്ല, പിന്നെയോ ദൈവത്തിന്റെ സമയം നമ്മൾ ഏൽപ്പിക്കേണ്ടവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവന്റെ വഴി നമ്മുടെ ജീവിതത്തിൽ തുറന്നു വരും. ആരൊക്കെ വഴികളെ അടയ്ക്കാൻ നോക്കിയാൽ തുറക്കുന്നവൻ നമുക്ക് മുമ്പായി കടന്നു പോയിട്ടുണ്ട്. നമ്മുടെ ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. എന്നെന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആത്മീയ നന്മയാണോ, ഭൗതിക നന്മയാണോ, സമാധാനമാണോ, സന്തോഷമാണോ അടങ്ങിയിരിക്കുന്നുവെങ്കിൽ എന്തോ പ്രതിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ വാക്കി നിൽക്കുന്നു. എന്തോ കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ വാക്കി നിൽക്കുന്നു. അതിനെ വിട്ട് കളഞ്ഞ് മടങ്ങി വരേണ്ട സമയമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. നാമെ വലിച്ചെറിയേണ്ട ചിലതിനെ ഈ ദിവസങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് എന്റെ ജനമായി ഇസ്രായേലേ, നീ ഒന്ന് മടങ്ങി വരുന്നുവെങ്കിൽ നിന്റെ മേലുള്ള വാഗ്ദത്തത്തെ പൂർത്തീകരിക്കാൻ ഞാൻ ശക്തനായി നിന്റെ കൂടെ ഉണ്ട് എന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന രാത്രികാലം ശക്തമായി പറയുക. ിക
രാത്രികാലം ചില വ്യക്തി ജീവിതങ്ങളുണ്ട്. കൃപയുടെ വാതിലുകളെ തുറക്കട്ടെ, കൃപയുടെ വാതിലുകളെ തുറക്കട്ടെ. ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കണം. നമുക്ക് വായിക്കാം യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിന്റെ യെശയ്യാ ചാപ്റ്റർ 43 വേഴ്സ് 15, 16, 17. ഞാൻ നിങ്ങളുടെ പരിശുദ്ധനായ യഹോവയും ഇസ്രായേലിന്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവുമാകുന്നു. ആമേൻ. നമ്മുടെ ദൈവം അപ്പോൾ ആരാണ്? നമ്മുടെ ദൈവം നിങ്ങളുടെ പരിശുദ്ധനായ യഹോവയും ഇസ്രായേലിന്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവുമാകുന്നു. ദൈവവചനം പഴയ നിയമത്തിൽ പറയുന്നു, നിങ്ങൾ രാജകീയ പുരോഹിത വർഗമത്രേ, വിശുദ്ധ ജനമാ, സ്വന്തം ജനമാ. അധന്യവാദികൾ തുറക്കട്ടെ എന്ന വിശ്വാസത്തോടെ വിശ്വാസിക്ക് പറയുവാൻ കഴിയുമെങ്കിൽ അവന്റെ ജീവിതത്തിലെ അക്ഷോര പ്രതിഷ്ഠകൾ തകർന്നിട്ടുണ്ട്. അധന്യവാദികൾ തുറക്കട്ടെ എന്ന് പറഞ്ഞാൽ തുറക്കുന്ന ഒരു ആത്മീയ അനുഭവം നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിലെ ബലഹീനമായ അക്ഷോര പ്രതിഷ്ഠകൾ യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞിട്ടുണ്ട്. ചിന്താമണ്ഡലങ്ങളെ, ഹൃദയങ്ങളെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തിന് ദൈവത്തിന് വേണം. ഇവിടെ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ പോകുന്ന അവസ്ഥകളൊന്ന് വിട്ടുകളയാം. നമ്മളായിരിക്കുന്നത് നിസ്സാരനായ ഒരു വ്യക്തിയുടെ മുമ്പിലല്ല, നമ്മളായിരിക്കുന്നത് പരിശുദ്ധനായ യഹോവയുടെ മുമ്പിലാണ്. നമ്മളായിരിക്കുന്നത് ഇസ്രായേലിന്റെ സൃഷ്ടാവിന്റെ മുമ്പിലാണ്. നമ്മളായിരിക്കുന്നത് നമ്മുടെ രാജാവിന്റെ മുമ്പിലാണ്. പഴയ നിയമകാലങ്ങള്, പണ്ട് കാലങ്ങളിൽ രാജാവിന്റെ മുമ്പിൽ പോയി ശ്വാസം പോലും ഉറച്ചു വിടുവാനുള്ള അധികാരമില്ലായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ ചിന്തിക്കപ്പെട്ടു. എസ്തർ രാജ്ഞിയുടെ അനുഭവം, രാജ്ഞിയായിട്ട് പോലും പ്രകാരങ്ങളിൽ കടന്നു പോകുവാൻ അനുവാദമില്ലാതെ അത്രയും വളരെ നിയമം കർശനമായിരുന്ന രാജകൊട്ടാരത്തിന് മുറ്റത്ത് കടന്നു പോകുവാൻ ഒരു രാജ്ഞിക്ക് കടന്നു പോകുവാൻ കഴിയില്ല എങ്കിൽ എന്ന് രാത്രികാലം രാജാവും നമ്മുടെ വീണ്ടെടുക്കുവാനുമായ കർത്താവ് നമ്മുടെ മധ്യത്തിലുള്ളപ്പോൾ യഹോവയായ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. അവന് നമ്മുടെ സ്തുതി ആവശ്യമാണ്. സങ്കീർത്തനം പറയുന്നു, യഹോവയായ ദൈവം താൻ സ്തുതികളുടെ മേൽ വസിക്കുന്നു. എവിടെ സ്തുതിയുണ്ടോ അവരുടെ മധ്യത്തിൽ യഹോവയുടെ സാന്നിധ്യമുണ്ട്. എവിടെ സ്തോത്രമുണ്ടോ അവിടെ വിടുതലുണ്ട്. എവിടെ ദൈവത്തിന് മഹത്വം കരയറ്റുന്നുവോ അവിടെ സാത്താന്യ കോട്ടകൾ ഇടിഞ്ഞുകൊണ്ടിരിക്കും. ദൈവവൈദ്യനാണോ പോരാട്ടമുണ്ട്. പോരാട്ടങ്ങളെ വലിച്ചെറിഞ്ഞ് ജയിക്കുമ്പോൾ ജയശാലിയായ കർത്താവിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. അപ്പോൾ അതിന്റെ 16-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സമുദ്രത്തിൽ വഴി വെള്ളത്തിൽ പാതയുണ്ടാക്കി രഥം, കുതിര, സൈന്യം, വേഗം എന്നിവയെ പുറപ്പെടുവിക്കേണ്ടി ഇപ്രകാരമാണ് ചെയ്യുന്നു. അവർ ഒരുപോലെ കിടക്കുന്നു, എഴുന്നേൽക്കയില്ല, കെട്ടുപോകുന്നു, വിളക്കുതിരി പോലെ കെട്ടുപോകുന്നു. മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, മറ്റുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു, അതിപ്പോൾ ഉദ്ഭവിക്കും. ദൈവം ചെയ്ത വലിയ പ്രവൃത്തികളെ കുറിച്ചാണ് 17-ാമത്തെ 16-ഉം 17-ഉം വാക്യങ്ങളിൽ വളരെ വ്യക്തമായി അറിയിക്കുന്നത്. സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും ഉണ്ടാക്കുകയും രഥം, കുതിര, സൈന്യം എന്നിവയെ തന്റെ ജനത്തെ പരിപാലിച്ച് തന്റെ ജനത്തിന്റെ സകലത്തെയും പ്രൊട്ടക്ട് ചെയ്ത് വഴി നടത്തിയ യഹോവ. എന്നാൽ അതുപോലെ തന്നെ അതേ പാതയിൽ കൂടി ശത്രു സൈന്യം കടന്നു വന്നപ്പോൾ അവരെ നിർമൂലമാക്കുവാനും ആ വെള്ളത്തെയും ആ സമുദ്രത്തെയും ഉപയോഗിച്ച ദൈവം എന്ന് രാത്രികാലം ദൈവമക്കളോട് പറയുകയാണ്, നിങ്ങളുടെ വിടേണ്ട ജീവിതത്തില്, നിങ്ങളുടെ ജീവിതത്തിൽ വിടേണ്ടതിനെ വിട്ടുകളഞ്ഞിട്ട് യഹോവയുടെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്നവർക്ക് പരിശുദ്ധനായ ദൈവം മന്യമായി കഴിയും. യഹോവയായ ദൈവത്തിന് പണ്ട് ചെയ്ത അത്ഭുതങ്ങൾ ഇന്ന് ചെയ്യുന്നതിനും തന്റെ ജനം കുറുകി പോയിട്ടില്ല. പക്ഷെ അത്ഭുതം നമുക്ക് വേണോ? വിടുതൽ നമുക്ക് വേണോ? അത് പ്രാപിപ്പാൻ അർഹരാണോ നമ്മൾ? ഇതാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. എല്ലാ ദിവസവും വചനം കേൾക്കുന്നു,
ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു പ്രവാചകൻ വന്നാൽ ഓടി അവിടെ പോകുന്നു, പ്രവചനം കേൾക്കുന്നു. അതിലൊന്നുമല്ല കാര്യം. നമ്മൾ ഒരുങ്ങുന്നുണ്ടോ? നമ്മൾ ആത്മീയമായി ഒരുങ്ങുന്നുണ്ടോ? നമ്മളെക്കുറിച്ച് നല്ലത് പറയാൻ കേൾക്കുന്നവരായിട്ടല്ല, വേദനയോടുകൂടിയാണെങ്കിലും ദൈവം നമ്മളോട് ഒരുങ്ങാൻ പറയും. നമ്മൾ ഒരുങ്ങുന്നുവെങ്കിൽ, നമ്മളെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ പറയുമ്പോൾ നമ്മൾ ക്രമപ്പെടുന്നുവെങ്കിൽ, നമ്മളൊന്ന് യഥാസ്ഥാനപ്പെടുന്നുവെങ്കിൽ, ആ യഥാസ്ഥാനത്തിന് മേൽ യഹോവയായ ദൈവം ചിലത് പണിയും. ഈ പണിയുന്നത് കൊടുങ്കാറ്റടിച്ചാലും മഴവെള്ളം ഇരച്ചു വന്നാലും പണിയുന്നത് പൊളിഞ്ഞു പോകത്തില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ അനുഭവത്തിൽ കൂടി ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചെടുത്തതാ. ശ്വാസമോടെ ഉറക്കമില്ലാതെ, ഊണില്ലാതെ, വിശ്രമമില്ലാതെ, പ്രാർത്ഥനയില്ലാതെ അവിടെയും ഇവിടെയും പോയി പ്രാപിച്ചു എന്ന് ചിന്തിക്കുന്നതാ. ചെറിയ കാറ്റടിക്കുമ്പോൾ, മഴ പെയ്യുമ്പോൾ, വെയിൽ തട്ടുമ്പോൾ അതിന്റെ പ്രത്യാഘാതം അതിന്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കും. മഴവെള്ളം ഒലിച്ചു വരുമ്പോൾ മണലിന്മേൽ കെട്ടിയത് കൊണ്ട് ഒലിച്ചു പോകുമെന്ന് ദൈവവചനം പറയുന്നു. പേര് അനുഭവമില്ലാതെ അവൻ എളുപ്പം കിളുത്ത് വന്നതുകൊണ്ട്, വെയിലിന്റെ ചൂട് കൊണ്ട് പേര് താഴോട്ട് ഇറങ്ങാത്തത് കൊണ്ട് എളുപ്പം കഴിഞ്ഞു പോകുന്നതായി കാണുവാൻ കഴിയുക. കൃപ ലഭിച്ച ദൈവജനം എന്ന് രാത്രികാലം കൃപയ്ക്കായി കാത്തിരിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ സന്നദ്ധ കണ്ണുനീരോട് വേദനയോട് ഒന്നൊന്നായി നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. യഹോവയായ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, മാറാത്ത ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെ ശരീരത്തിൽ, മനസ്സിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ദേശത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കൂടി വെളിപ്പെട്ടു വന്നത് കാണുവാൻ കഴിയും. ഇതാ ദൈവം നമ്മളിൽ കൂടി ആഗ്രഹിക്കുന്നത്. യഹോവയായ ദൈവം പറയുന്നു, ഇന്ന് കണ്ട മിസ്രൈമിലെ നിങ്ങൾ ഒരിക്കലും കാണുകയില്ല. ഇതെല്ലാവർക്കും ഉള്ളതല്ലാന്ന്, ഇത് ഒരുങ്ങുന്നവർക്കുള്ളതാ, ഇത് പ്രാപിക്കുന്നവർക്കുള്ളതാ, ഇത് ദൈവസ്ഥലിരുന്ന് കണ്ണുനീരൊഴുക്കുന്ന യഹോവയ്ക്ക് കാത്തിരിക്കുന്നതിന്റെ ഭക്തന്മാർക്കുള്ള വാഴ്ചത്വമാ. ഈ വാഴ്ചത്വം പ്രാപിപ്പാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമ്മളെ പിരിക്കുന്ന എന്ത് തന്നെ ബലഹീനതയായാലും അതിനെ വലിച്ചെറിഞ്ഞു കളയുവാൻ നമുക്ക് പ്രാഗൽഭ്യമുണ്ടോ? ദൈവത്തിന് നമ്മളിൽ നിന്ന് നമ്മളെ പിരിക്കുന്ന സകല ശത്രുവിന്റെ പോരുകളെയും വലിച്ചെറിഞ്ഞു കളയുവാൻ ഒരുങ്ങുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യഹോവയായ ദൈവമോ അവൻ ശൂന്യതയിൽ നിന്ന് സകലതും ഒഴിവാക്കുന്നു. നമ്മുടെ പാരമ്പര്യം ദൈവത്തിനൊരു വിഷയമല്ല, നമ്മുടെ വിദ്യാഭ്യാസം ദൈവത്തിനൊരു വിഷയമല്ല, നമ്മുടെ കടമോ നമ്മുടെ ഉയർച്ചയോ ദൈവത്തിനൊരു വിഷയമല്ല. ഒരു കാര്യം ചിന്തിക്കണമേ, മാത്രം തീർന്നു പോയപ്പോൾ എന്നയുടെ വരവ് നിന്നു. കണ്ണുനീരുണ്ടായിരുന്നിടത്തോളം കാലം വിടുതൽ വന്നുകൊണ്ടേയിരുന്നു. പാത്രം എപ്പോൾ തീർന്നു അന്നേരം വരവ് നിൽക്കും. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങൾ തുറന്ന പാത്രമാണ്. യഹോവയ്ക്കായി ഒന്ന് കാത്തിരിക്കുവാൻ കഴിയുമോ? അവരെ യഹോവ ഉയർത്താൻ പോകുക. ആരുടെ മുമ്പിൽ ലജ്ജിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവന്റെ അക്ഷോര പ്രതീക്ഷകൾ തകർത്ത് കളഞ്ഞവരാണെങ്കിൽ, അവന്റെ ജീവിതത്തിലെ മാലിന്യങ്ങളെ നിർമൂലമാക്കിയെങ്കിൽ അവരെ ആരുടെ മുമ്പിൽ യഹോവയായ ദൈവം നിന്ന പാത്രമാക്കത്തില്ല. അവനെ മാനിച്ചുകൊണ്ടേ, അവനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. വേണ്ടാന്ന് പറഞ്ഞാലും ദൈവം തന്നുകൊണ്ടേയിരിക്കും. ഇന്ന് രാത്രികാലം ദൈവത്തന്നിരിക്കുന്ന ദൈവജനമേ, ഹൃദയം നുറുങ്ങിയവരായി ആത്മഭാരത്തോടെ നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് വലിച്ചു പറിച്ചു കളയുവാൻ കഴിയുമോ? യഹോവയായ കർത്താവ് പുതിയ തൂവലുകൾ നമ്മുടെ ജീവിതത്തിൽ തരാൻ പോവുകയാണ്. പറക്കാൻ കഴിയാതെ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെന്തക്കോസ്ത് വിശ്വാസമല്ല നമുക്ക് വേണ്ടിയത്. പറക്കാൻ കഴിയുന്ന പുത്യൻ കൃപയുടെ സകല മാലിന്യങ്ങളും മാറിയ, സകല അക്ഷര പ്രതിഷ്ഠകളും ഉടച്ചു കളഞ്ഞ, അവനെ ശുദ്ധീകരണം പ്രാപിച്ച യേശുവിന്റെ രക്തത്തിന്റെ പ്രകാശം നമ്മളെ കൂടി ജ്വലിക്കുന്ന അഭിഷേകത്തിന്റെ ശകലെ നമ്മളെ കൂടി ജ്വലിക്കുവാൻ യഹോവയായ ദൈവം ജ്വലിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ?
ഉപവാസം എന്ന് പറയുമ്പോൾ ഭക്ഷണം വെടിഞ്ഞിടന്ന് ഉറങ്ങുന്നതല്ല ഉപവാസം. കണ്ണുനീരോട് ആവശ്യമുള്ള വിഷയങ്ങള്, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന വിഷയങ്ങള് ക്രമീകരിക്കേണ്ടതിനെ ക്രമീകരിച്ചുകൊണ്ട്, വെട്ടിക്കളയ്ക്കേണ്ടതിനെ വെട്ടിക്കളച്ചുകൊണ്ട്, വെട്ടി മുറിച്ചു കളയേണ്ട വലിയ വൃക്ഷമാണെങ്കിൽ അതിനെ മുറിച്ചു കളഞ്ഞുകൊണ്ട്, ഹൃദയം നുറുങ്ങിയവരായി കർത്താവിന്റെ സന്നദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത, അവന്റെ സന്നദ്ധിയിൽ വിഷയം വെച്ച് പ്രാപിച്ച വിടുതൽ പ്രാപിക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എല്ലാവരും ഉപവസിക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു. അങ്ങനെ ഒരു ഉപവാസം നമുക്ക് വേണ്ട. അങ്ങനത്തെ ഉപവാസം എന്നല്ല പറയുന്നത്, അത് കാപട്യം എന്നാ പറയുന്നത്. പണ്ട് കാലങ്ങളിൽ ഇസ്രായേൽ ജനം ചെയ്തതുപോലെ ഞങ്ങൾ ഉപവസിക്കുന്നുവെന്ന് പറഞ്ഞ് മുഖത്ത് ചാരവും തേച്ച് കണ്ണുനീര് പൊലിപ്പിച്ച് മുടിയും പിരിച്ചിട്ട് രട്ടുമുടുത്ത് അവിടെ ഇഷ്ടത്തിന് നടക്കുന്നതല്ല ഉപവാസം. ഉപവാസമോ തന്റെ ഹൃദയം, നമ്മുടെ ഹൃദയം പരിശുദ്ധനിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ആ പരിശുദ്ധന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ തക്കവണ്ണം വേദനയോട് സഹിഷ്ണുതയോട് കാത്തിരുന്ന് ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ പൈതൽ കഴിക്കുന്ന പ്രാർത്ഥനയും കണ്ണുനീരും അവൻ കണ്ടിട്ട് അവനെ മറികടക്കത്തില്ല. അന്നേരം വിടുതൽ തരുന്നു. പ്രാർത്ഥനയിൽ കൂടി അല്ലാതെ നമുക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയത്തില്ല. ഉപവാസമില്ല എങ്കിൽ കൃപാവരമില്ല, പ്രാർത്ഥനയില്ല എങ്കിൽ കൃപാവരമില്ല, ആരാധനയും സ്തുതിയും ഇല്ല എങ്കിൽ ദൈവിക സാന്നിധ്യമില്ല ദൈവജനത്തിന്. ഈ ദിവസങ്ങളെ നമ്മളെ തന്നെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആരൊക്കെ നമുക്കെതിരായി നിന്നോട്ടെ, ആരെല്ലാം നമുക്കെതിരായി പിറുപിറുത്തോട്ടെ, ഇതൊന്നും ഒരു വിഷയമല്ല. നമുക്ക് കർത്താവിന്റെ മനോരഥം ഒന്ന് കാണണമോ? ദൈവത്തിന്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കണമോ? കർത്താവ് പറയുന്നു, നീ പഴയതിനെ കുറിച്ച് ചിന്തിക്കണ്ട, നിന്റെ പഴയ കാലം വിട്ടുകളയ. ഞാൻ അതിനെ പുറകിൽ എറിഞ്ഞു കളഞ്ഞതാ, ഞാൻ അതിനെ ആഴിയുടെ അടിത്തട്ടിൽ താഴ്ത്തി കളഞ്ഞതാ, ഞാൻ നിന്നെ നോപ്പ് കൊണ്ട് കഴുകി ഹിമം പോലെ വെളുപ്പിച്ചതാണ്. ഇന്ന് രാത്രികാലം നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക. പിന്നെ ഞാൻ പുതിയ സൃഷ്ടിയാക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. അതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ യഹോവയായ ദൈവം പുതിയത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. എന്നെ ഒന്നൊരു പുതിയ സൃഷ്ടിയാക്കണമെന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? എന്നിലൊരു രൂപാന്തരം. നമ്മളെ കാണുന്നവർ നമ്മളിൽ കൂടി ക്രിസ്തുവിനെ കാണണം. ഇന്ന് നമ്മളെ കാണുന്നവർ നമ്മളിൽ കൂടി പിശാചിനെ കാണുക. നമ്മുടെ പ്രവൃത്തി അതാണ്. ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാൻ മടി, ഉള്ളിൻ്റെ ഉള്ളിൽ പലതും കെട്ടിവെച്ചിട്ട് ഉള്ള സംസാരങ്ങൾ, പ്രവർത്തികൾ, കൂടിവരവുകൾ, അതിലൊന്നുമല്ല ദൈവം പ്രസാദിക്കുന്നത്. ദൈവം പ്രസാദിക്കുന്ന തുറന്ന മനസ്സോടെ, തുറന്ന പാത്രത്തോടെ. ദാരിദ്ര്യമുണ്ട് എങ്കിലും പാത്രം തുറന്നതാണോ? കണ്ണുനീരൊഴുകുന്നുണ്ടോ? ഭാരം മനസ്സിലുണ്ടോ? ഈ പാത്രത്തിന്മേൽ നീ പോലും അറിയാതെ എണ്ണ പെരുകിക്കൊണ്ടിരിക്കും. അത് അനുഭവിച്ചറിഞ്ഞവനാ ഞാന്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. യഹോവയായ മനുഷ്യൻ മുഖങ്ങളെ നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ ശോധന ചെയ്തറിയുന്നു. ഒരുപക്ഷെ ഞാൻ ഈ വചനം ഇവിടെ പറഞ്ഞപ്പോൾ ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടാകും. വേദനിക്കാനല്ല, ഹൃദയങ്ങളെ ശോധന ചെയ്ത യഹോവ എന്ന് രാത്രികാലം പറയുക. നിന്റെ അക്ഷോര പ്രതിഷ്ഠകളെ നീക്കം ചെയ്യുക. നിന്റെ പഴയതിനെ വിട്ടുകളെ പുതിയതൊന്നും ഞാൻ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുക. 20 വർഷം മുമ്പ് എനിക്ക് കൃപ ലഭിച്ചിട്ടുള്ളതാ. ഞാനന്ന് അന്യവാക്യം പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നിന്റെ അവസ്ഥ എന്താ? കർത്താവായി യേശു പറയുന്നു, കുഞ്ഞുങ്ങളെ ഇപ്പോൾ പിടിച്ച വല്ലതുകൊണ്ടോ കൂട്ടാൻ? ദൈവത്തിന് വേണ്ടുന്ന ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയാണ്. റൈറ്റ് നൗ, ഇപ്പോഴത്തെ ഇപ്പോൾ ഏതവസ്ഥയിലായി, ഇപ്പോൾ എങ്ങനെ കർത്താവിനോട് ചേർന്നിരിക്കുന്നു? മുമ്പ് മരിച്ചു കിടന്നവനെ പ്രാർത്ഥിച്ച് ഉയർപ്പിച്ചെന്ന് വരാം. അതൊന്നും ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഒരു വിഷയമല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കർത്താവിന് വേണ്ടി ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് ഈ ദിവസങ്ങളെ നമുക്കൊന്ന് ഒരുങ്ങാം, പ്രാപിക്കേണ്ടതൊന്ന് പ്രാപിക്കാം. പഴയതിനെ വിട്ടുകളഞ്ഞിട്ട് ജീവന്റെ പുതുക്കത്തില് ദൈവിക അനുഭൂതിയിലേക്ക് ദൈവ നന്മ ചെയ്തുകൊണ്ട് ദൈവപ്രസാദം പ്രാപിച്ച് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൃപ തരുമാറാകട്ടെ. ആത്മീയ ഒരുക്കമെന്ന് പറഞ്ഞാൽ പുറമേ നമ്മൾ പൗഡർ ഇട്ട്, ക്രീം ഇട്ട്, സ്പ്രേ അടിച്ച് ഒരുങ്ങുന്ന ഒരുക്കമല്ല. ഹൃദയത്തെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. അതിന് ദൈവത്തിന് നമ്മൾ മണിക്കൂറുകൾ ഇരിക്കേണ്ടി വരും.
അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ട് കഴിക്കുന്ന ഉപവാസം അത് ദൈവം മാനിക്കും. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്താൽ ദൈവത്തിനെ നമ്മൾ ഏറ്റുപറഞ്ഞ് പരമേൽപ്പിക്കേണ്ട പരമേൽപ്പിച്ചിട്ട് അപ്പാ എനിക്കിത് വേണമെന്ന് തരും ദൈവം. ആ മൂമെന്റിൽ തരും. ദൈവം ആരുടെ മുമ്പിൽ കിടക്കാനാണ്? നമ്മുടെ കർത്താവ് കിടക്കാരനല്ല.